അവൻ തന്നാശ്രിതർക്കെല്ലാം മാറാത്ത വിശ്വസ്തൻ താൻ നിത്യപായ താനുന്നതത്തിൽ വാഴുന്നു രാജാതിരാജാവായി പാതാളത്തോളം താഴുന്നു താൻ ഭക്തരക്ഷയ്ക്കായി നേരുള്ളവരിൻ രക്ഷകൻ ആനാദർക്കും പിതാ വിശുദ്ധന്മാരിൻ സ്നേഹിതൻ യഹോവ. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ബിന്ദുവിനും ചാക്കോച്ചനും മക്കൾക്കും കൂടി ഇവിടെ ഒരു കട തുടങ്ങുവാൻ അവിടുന്ന് ക്രമീകരണം ചെയ്തു കൊടുത്തതിനായിട്ട് സ്തോത്രം. ഈ എളിയ സംരംഭത്തെ ഞങ്ങൾ കരങ്ങളിലേക്ക് തരുന്നു. അവിടുന്ന് ഏറ്റെടുത്ത് നടക്കണമേ. കുറേശ്ശെയായിട്ടാണെങ്കിലും പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കാൻ കർത്താവ് കൃപ തരണമേ. നല്ല ഒരു കടയായിട്ട് രൂപപ്പെടുവാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ ആശ്രയിച്ചാണ് ഈ എളിയ ഉദ്യമം നടത്തുന്നത്. അങ്ങില്ലാതെ ഒന്നും നടക്കുകയില്ല. അതുകൊണ്ട് നാഥ തിരുമുഖത്തേക്ക് നോക്കുന്നു, സഹായിക്കണമേ. ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്ത് ആരംഭിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിന്ദുവിനെ പ്രത്യേകാൽ ഓർക്കണമേ. ഈ കാര്യങ്ങളെ നയിക്കുവാൻ തക്കവണ്ണം കർത്താവ് പ്രാപ്തിപ്പെടുത്തണം. മക്കളെയും കൂടെ ഇന്ന് സഹായിക്കണം. ചാക്കോച്ചൻ ബഹറിലാണ് ജോലിയിൽ, അവനെയും കാത്തുകൊള്ളണം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഇതിനാൽ അനുഗ്രഹിക്കുവാൻ അങ്ങേക്ക് പ്രസാദമാകണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിച്ചു കൊള്ളുന്നു. ആമേൻ. ദൈവനാമത്തിന് മഹത്വം. ചാക്കോച്ചൻ്റെ ആണെങ്കിലും ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ ഈ കട ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. അത് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ റിബൺ കട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമുക്ക് ധ്യാനിക്കാം. ഇവിടെ അതിൻ്റെ ഒടുവിലത്തെ വാക്യമാണ് 3-ാം വാക്യം. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന അർമോനിയം മഞ്ഞുപോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചത്. ഈ വാക്യം ഒരാശംസ എന്നുള്ള നിലയിലാണ്, ഒരു പ്രബോധനമായിട്ടല്ല, ഒരാശംസ എന്നുള്ള നിലയിൽ ഞാൻ വായിച്ചതാണ്. ഇസ്രായേൽ മക്കളുടെ മേൽ ദൈവത്തിൻ്റേതായിട്ടുള്ള അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുന്നതായിട്ടുള്ള, അതിനുള്ള ആ വാഗ്ദത്തം നൽകുന്നതായിട്ടുള്ള ഭാഗമാണ് ഈ വായിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റേതായിട്ടുള്ള ആ പ്രത്യേക സാന്നിധ്യത്തിൽ നിന്ന് നമ്മുടെ സംരംഭങ്ങൾക്ക് അനുഗ്രഹവും കൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നൽകുന്നതായിട്ടുള്ള ചിത്രം ഈ ഭാഗം വായിക്കുവാൻ തക്കവണ്ണം ഇടയായത്. ഇപ്പോൾ തുടങ്ങുന്നതായിട്ടുള്ള ഈ സംരംഭത്തിൽ ഈ സിയോൻ പർവ്വതത്തിൽ നിന്ന് പെയ്യുന്ന ഹർമോനിയ മഞ്ഞ് പോലെ എന്ന് പറഞ്ഞാൽ
അത് ഇസ്രായേൽ ജാതിയെ കുളിർപ്പിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അവരെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ചിത്രമാണ് അവിടെ നൽകുന്നത്. അപ്പോൾ ആ നിലയിൽ ഉള്ള ഈ സംരംഭം ആരംഭിച്ചതിനാൽ ചാക്കോച്ചിൻ്റെയും ബിന്ദുവിൻ്റെയും മക്കളുടെയും ആ കുടുംബത്തിന് അത് വലിയ തണുപ്പായിരിക്കാൻ, വലിയ അനുഗ്രഹമായിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്നുള്ള ആശംസയാണ്. അതിൽ കൂടെ പ്രതീക്ഷിക്കുന്നത് ഈ സംരംഭം ഇതിൻ്റെ അതിരുകൾ വിസ്താരമാകണം. ഇത് നല്ലൊരു വ്യവസായ അല്ലെങ്കിൽ നല്ലൊരു ഷോപ്പിംഗ് സ്ഥാപനമായിട്ട് ഇത് തീരണം. ഇന്ന് കാണുന്നതിൽ നിന്നും കുറേ കൂടെ ആശ്ചര്യകരമായിട്ടുള്ള വളർച്ച ഇതിനുണ്ടാകണം. അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം അത് പര്യാപ്തമാണ്, അതിനപ്പുറവുമാണ്. എന്നാൽ അവിടേക്ക് നോക്കിക്കൊണ്ട് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാപനവും ഇതിന് നടത്തിപ്പുകാരായിട്ടുള്ള കുടുംബത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, ആ സിയോനിൽ നോക്കിക്കൊണ്ട് ഇത് തുടരുവാനും ഇവിടെ പറഞ്ഞതായിട്ടുള്ള ആ മനസ്സിനെ തണുപ്പിക്കുന്നതായിട്ടുള്ള വലിയ ടെൻഷനൊന്നും കൂടാതെ, നഷ്ടമൊന്നും കൂടാതെ വളരെ സുഗമമായിട്ട് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോകുവാൻ ദൈവം ഇടയാക്കട്ടെ. അങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് ആ വാക്യത്തിലുണ്ട്. ഞാനിപ്പോൾ അതിന് ആശംസ എന്നുള്ള നിലയിൽ അത് സൂചിപ്പിച്ചു എന്ന് മാത്രം വിശദീകരിക്കുകയല്ലായിരുന്നു. ദൈവം സഹായിക്കട്ടെ. ആമേൻ. കർത്താവ് നൽകിക്കൊടുത്ത നന്മകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നന്ദി കരയറ്റുന്ന ഒരു ഗാനത്തിൻ്റെ 2 സ്റ്റാൻസ് നമുക്കെല്ലാവർക്കും കൂടെ അറിയാവുന്ന പാട്ടാണ്. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ എൻ്റെ കർത്താവെ ഞാനും എൻ്റെ കുടുംബവും എന്നുള്ളൂ. നമുക്കെല്ലാം കൂടെ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ബെന്നി മാത്യു സാറും പ്രാർത്ഥിക്കും. ദൈവം വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ ദൈവമേ, ഈ രാവിലെ സമയം വളരെ വളരെ നന്ദിയോടുകൂടെ ഞങ്ങൾ തിരുസേനയിലായിരിക്കുന്നു. പ്രിയ മകൾക്കും അതുപോലെ ചാക്കോയ്ക്കും ഒക്കെ ഈ നിലയിൽ ഒരു ബുട്ടേക്ക് തുടങ്ങുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചു. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർ നൽകി. അതിനായിട്ട് ദൈവമേ സ്തുതിക്കുന്നു. ഞങ്ങൾ പിതാക്കന്മാരായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന എല്ലാ വിധങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ജോർജ് ഏട്ടൻ കർത്താവെ പൈതങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനം മുഖാന്തരമായിട്ടാണ് നടത്തറ വന്നത്. അനേക പൈതങ്ങളെ കർത്താവിനെ അറിയുവാൻ ഇടയായി നല്ലൊരു പ്രവർത്തനം സാധ്യമാക്കി. അതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. അതിനോടുള്ള ബന്ധത്തിൽ അവരെ കുടുംബമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായിട്ട് ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവ് എന്നിൻ്റെ ദാസനോട് കാണിച്ച എല്ലാ ദയക്കായിട്ട് ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു. പ്രിയ മകനെ ബഹ്റൈനിൽ ജോലിയെ കൊണ്ടുള്ള ബന്ധത്തിലായിരിക്കാനും കർത്താവ് ബിന്ദുവിന് ഈ നിലയിലൊക്കെ
കാര്യങ്ങൾ ചെയ്യുവാനും അവിടുന്ന് കൊടുത്തിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവമക്കളുടെ സാന്നിധ്യത്തിൽ കർത്താവെ ഇത് ഒരു ഉദ്ഘാടനം നടത്തുവാൻ തക്കവണ്ണം സഹായിച്ചു. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും അങ്ങയിൽ ആശ്രയിച്ചാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് എം.എ. ജോയ്സ് അവരും കടന്നു വന്ന് ആ നാട മുറിക്കുവാനും ഉദ്ഘാടിക്കുവാനൊക്കെ ഒന്ന് സഹായിച്ചല്ലോ. അതിനായിട്ട് ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു. ക്ലാസ്സിന് കൊടുത്ത വലിയ സൗഖ്യത്തിനും ക്ഷേമത്തിനൊക്കെ ആയിട്ട് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എൻ്റെ ക്ലാസ്സിനെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. അതുപോലെ എം.എ. ജോസഫിനും കർത്താവെ അതിലേക്ക് കടന്നു വരുവാനും വചനം ശുശ്രൂഷിപ്പാനും അവിടുന്ന് ഇടയാക്കി. അതിനായിട്ട് ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ എൻ്റെ മക്കൾ ആയിരിക്കുന്ന അനേകർ ഇവിടെ ഉണ്ട്. അവരുടെ ദിവ്യമായ സാന്നിധ്യത്തിലും പ്രാർത്ഥനയിലും അനുഗ്രഹത്തിലും ഈ കട ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ കർത്താവെ ദേശത്തിന് ഒരു വലിയ സാക്ഷ്യമായിട്ട് ഈ കട ഇവിടെ നിൽക്കണം. അതിനായിട്ട് കൃപ ചെയ്യണം. ഇവിടെ കടന്നു വരുന്നവർ കർത്താവെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വാക്യങ്ങളും അതുപോലെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ കാണുമ്പോൾ ഇതൊരു ദൈവപൈതലിൻ്റെ കടയാണ് എന്ന് മനസ്സിലാകത്തക്ക നിലയിൽ ഈ കട ആയിരിക്കാൻ അവിടെ സഹായിക്കും. ഇവിടെ ചുറ്റുപാടുമുള്ള കടകൾക്ക് ഇതൊരു ആശ്ചര്യ വിഷയമായിരിക്കണം. ഇത് യഹോവയാൽ സംഭവിച്ചതാണ് എന്നവർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ഒരു നല്ല സാക്ഷ്യമുള്ള ഒരു കടയായി തീരുമാനം അവരുടെ കുടുംബ സന്ധാരണത്തിന് ഉതകും വിധം നല്ല ആദായമുള്ള ഒരു കടയാക്കി തീർക്കണം എന്ന് ഞങ്ങളുടെ പ്രാർത്ഥന. വലിയൊരു ചുമതലയാണ് ബിന്ദു സഹോദരിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് ഭവനത്തിൻ്റെ കാര്യവും ഈ കടയുടെ കാര്യവും ഒക്കെ ചെയ്യുവാൻ വളരെ വളരെ കൃപ ആവശ്യമാണ്. അത് ധാരാളമായിട്ട് കൊടുത്ത് പ്രിയദാസിയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കടന്നു വന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തിരിച്ചു പോകുവാൻ അവിടുന്ന് സഹായം. അകലെയൊന്നും അടുത്തുനിന്ന് വന്നവരൊക്കെ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശംസവരൻ ഓൺ ദ വേലാണ്. ക്ഷേമത്തോടുകൂടി കടന്നു വരുവാൻ അവിടുന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് തന്ന ഈ ക്രിസ്തീയ കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുകയാണ് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. എല്ലാം അടികൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയോടുകൂടി അപേക്ഷിച്ചു. ആമേൻ. ആദ്യത്തെ സെയിൽ ബിന്ദുവിൻ്റെ അമ്മ അത് പ്രിയ എന്ന സഹോദരിക്ക് കൊടുത്താണ് ചെയ്യാൻ പോകുന്നത്. പ്രീത സഹോദരിക്ക് അത് കൊടുത്താണ് ചെയ്യുക. അത് കഴിഞ്ഞ് ഫൈനൽ പ്രയർ എന്തോ കോഴ്സ് ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാണ്. നിങ്ങൾ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി നീ കരുതി വെച്ച നന്മ എത്ര വലുതാണ്. വലിയവനായ ദൈവമേ, പുത്രനെ തന്ന് ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ വീണ്ടെടുത്ത് നിന്റെ മക്കളാക്കി തീർക്കുകയും ചെയ്തു. ഈ മണ്ണിൽ ജീവിപ്പാൻ ആവശ്യമായതെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് ദാനം ചെയ്യുന്നു എന്നതിനായി സ്തോത്രം. പ്രിയ ചാക്കോച്ചൻ സഹോദരനായി സ്തോത്രം. സഹോദരി ബിന്ദുവിനായി സ്തോത്രം. അവരുടെ കുടുംബജീവിതത്തെ നീ മാനിച്ചു എന്നതിനായി സ്തോത്രം. നിന്റെ മക്കളായി തീരുവാനും അവിടുത്തെ വഴിത്താരയിൽ നടപ്പാനും കർത്താവ് അവർക്ക് കൃപ നൽകി. ഉയരത്തിൽ നിന്ന് ധാരാളം ആത്മീയ ഭൗതിക നന്മകൾ ഉന്നയോളം നൽകി എന്നതിനായി സ്തോത്രം. പ്രിയ കർത്താവെ, അവർ നിങ്ങൾ ആശ്രയിച്ചുകൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ സമാരംഭിപ്പാൻ ഇന്നേ ദിവസം കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം. അനവധി ദൈവഭൃത്യന്മാരുടെ സാന്നിധ്യത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ ഇത് ഉദ്ഘാടിപ്പാൻ നീ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഈ സംരംഭം മേൽക്കുമേൽ അഭിവൃദ്ധിയിലേക്ക് വരത്തക്ക വിധം നീ അവിടുന്ന് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് ഞങ്ങൾ അവരുടെ വചനത്തിൽ വായിക്കുന്നു. നീ ഞങ്ങൾക്ക് സഹായമായിരിക്കുന്നില്ല എങ്കിൽ ഞങ്ങളേതുമില്ല കർത്താവേ. എന്നാൽ നീ ഞങ്ങൾക്ക് സഹായകനായിട്ടും കൂടെ ഉണ്ട് എങ്കിൽ ഞങ്ങൾക്കതും മതി കർത്താവേ. പ്രിയപ്പെട്ടവരെ, ധാരാളം നന്മ നൽകി ആദരിക്കണം. ഈ സംരംഭത്തിൻ്റെ ആദ്യ സെയില് കർത്താവെ ആ നിർവഹിപ്പാൻ നീ പ്രിയപ്പെട്ടവരെ സഹായിച്ചു. ഇതൊരു ആരംഭം മാത്രമായിരിക്കാൻ ഇടയാക്കണം. തുടർന്നുള്ള കാര്യാദികളിലും നിന്റെ ആലോചനയും നടത്തിപ്പും ഉണ്ടായിരിക്കണം. എല്ലാറ്റിലും തിരുനാമത്തെ മഹത്വപ്പെടുത്തണം എന്ന പ്രാർത്ഥന. മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കാവലും കൂട്ടായ്മയും ഈ കടയോടും നാം ഏവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.